ഓക്കെ, എൻ്റെ പേര് അമൽ. നമ്മൾ ഇവിടെ ഫിസിക്സിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 10th സ്റ്റാൻഡേർഡ് ഫിസിക്സിലെ ഒന്നാമത്തെ പാഠം. എന്താ പാഠത്തിന്റെ പേര്? ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ. ഓക്കെ, എന്താണ് ഇലക്ട്രിസിറ്റി അഥവാ ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, ഇലക്ട്രിസിറ്റി രണ്ട് രീതിയിലുണ്ട്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ട്, കറണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ട്. അതില് എന്താ കറണ്ട് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ കറണ്ട് എന്നുള്ള വാക്കിന്റെ അർത്ഥം? പ്രവാഹം എന്നുള്ള വാക്കിന്റെ അർത്ഥം എല്ലാവർക്കും പറയുന്നതല്ലേ? ഒഴുക്ക്. അത് തന്നെ, ഒഴുക്ക് തന്നെയാണ് പ്രവാഹം, കറണ്ട് എന്നുള്ള വാക്കിന്റെ അർത്ഥം. എന്തിന്റെ ഒഴുക്കോ ആയിക്കോട്ടെ, വെള്ളത്തിന്റെ ഒഴുക്കാണെങ്കിൽ വാട്ടർ കറണ്ട് എന്ന് പറയും. ജലപ്രവാഹം. ഇവിടെ ഒഴുകുന്നത് ആരാ? ഇലക്ട്രിസിറ്റി ആണ്, ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസിന്റെ ഒഴുക്കിനെ ആണ് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പോൾ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിന്റെ പ്രവാഹത്തെ വൈദ്യുതി, ഇലക്ട്രിസിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. ഈ ഇലക്ട്രിസിറ്റി ഒഴുകുന്നതിന്റെ ഫലമായിട്ട്, ഇലക്ട്രിസിറ്റി ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നതിന്റെ, ഇലക്ട്രിക് കറണ്ട് പോകുന്നതിന്റെ ഫലമായിട്ട് ഇഫക്റ്റ് ആയിട്ട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഈ ഇഫക്ട്സിനെ പറ്റിയാണ് നമ്മൾ ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ. ഈ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്, ഈ വൈദ്യുതി പ്രവഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറെ ഫലങ്ങൾ, കുറെ ഇഫക്ട്സ് ഉണ്ടാവുന്നുണ്ട്. അതിനെ പറ്റിയാണ് നമ്മൾ ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സിംപ്ലി നമുക്ക് നോക്കാം. ഈ ഇലക്ട്രിസിറ്റിക്ക് എന്തോ ഒരു പ്രാധാന്യം ഉണ്ട് അല്ലെ. എന്തോ ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് ആണ് നമ്മളെ ഇലക്ട്രിസിറ്റിക്ക് കൊടുക്കുന്നത്. ഒരു ദിവസം കറണ്ട് ഇല്ലെങ്കിലുള്ള സ്ഥിതി എന്താ? അതിനൊക്കെ കാരണം എന്താ? നമുക്കറിയാം. ഇപ്പോ ഒരു ഫോണ് മാർക്കറ്റിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 1-2 മാസം ഉണ്ടാവും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അതിനൊരു പ്രാധാന്യം കൊടുക്കല്. ഇപ്പൊ ഐഫോണിന്റെ തന്നെ, പിന്നെ ഐഫോൺ 8 ഇറങ്ങിയ കാലത്ത് എന്തായിരുന്നു അതിനൊക്കെയുള്ള ഒരു പ്രാധാന്യം. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓരോരോ പുതിയ മോഡൽ ഇറങ്ങുന്നതിനനുസരിച്ച് എക്സിസ്റ്റിംഗ് മോഡലിന്റെ ഇമ്പോർട്ടൻസ് അങ്ങ് നശിച്ചു പോയിരുന്നത്. ഫോൺ ആയിക്കോട്ടെ, എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. സയൻസിലും അങ്ങനെയാണ്. ഓഫ്കോഴ്സ് സയൻസിൽ എപ്പോഴും പ്രത്യേകിച്ച് അങ്ങനെയാണ്. പുതിയ തിയറീസ് അല്ലെങ്കിൽ പുതിയ ഫോംസ് ഓഫ് സാധനങ്ങൾ, ഇൻവെൻഷൻസ് ഉണ്ടാവുമ്പോൾ, പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ പഴയതിന് ഇമ്പോർട്ടൻസ്, പ്രാധാന്യം കുറഞ്ഞു പോകും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. കമ്പ്യൂട്ടറിന്റെ ചേഞ്ച് എടുത്താൽ മതി, ടിവിന്റെ ചേഞ്ച്, വീട്ടിലുള്ള ടി വി. ഓക്കെ, പക്ഷേ ഇവിടെ ഏതോ കാലത്ത് കണ്ടുപിടിച്ച എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. പക്ഷെ ഇത്ര കാലങ്ങളായിട്ട് അതിന്റെ ഇമ്പോർട്ടൻസ് പോയിട്ടില്ല, ഒരിക്കലും അതിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ടുമില്ല. ഒരുപാട് കാലങ്ങളായിട്ട് അതിനുശേഷം എത്രയോ എനർജീസിനെ കണ്ടുപിടിച്ച്, എത്രയോ ഊർജങ്ങളെ കണ്ടുപിടിച്ച്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇലക്ട്രിസിറ്റിന്റെ അഥവാ വൈദ്യുതിന്റെ ഒരു പ്രാധാന്യം ഇപ്പോഴും നിലനിൽക്കുന്നത്? എന്തുകൊണ്ടാ? വേറെ ഒന്നും കൊണ്ടുവന്നല്ല. സിംപ്ലി ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്ന സാധനം, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സാധനം വേറൊരു ഫോമിലേക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ, വേറൊരു രൂപത്തിലേക്ക്, വേറൊരു ഊർജ രൂപത്തിലേക്ക് വളരെ എളുപ്പത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇലക്ട്രിസിറ്റി ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത്. പണ്ട് കാലത്ത് സ്റ്റീം എൻജിൻസ് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. ഇപ്പൊ അതും റീപ്ലേസ് ചെയ്ത് ഇലക്ട്രിക്കൽ എൻജിൻസ് വന്ന് ഇലക്ട്രിസിറ്റി അത്രയും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാണ്ട് ഒരിക്കലും താന്നു പോകുന്നില്ല. ഓക്കെ, അപ്പോ പിന്നെ നമുക്കറിയാം, എല്ലാവരും ഊർജ സംരക്ഷണ നിയമം അഥവാ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതല്ലേ. ഒരിക്കലും എനർജീനെ ക്രിയേറ്റ് ചെയ്യാനോ, ഊർജത്തെ ക്രിയേറ്റ് ചെയ്യാനോ, ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ നമുക്ക് സാധിക്കുന്നില്ല. എനർജീനെ ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ നമുക്ക് സാധിക്കുന്നില്ല. അത് തന്നെയാണ് ഇവിടെയും കാരണം. ഇലക്ട്രിസിറ്റീനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ സാധിക്കുന്നില്ല. പക്ഷെ ഈ ഊർജത്തെ, ഏതൊരു ഊർജ്ജമാണെങ്കിലും വേറൊരു ഫോമിലേക്ക് മാറ്റാൻ സാധിക്കും. ഇലക്ട്രിസിറ്റീനെ കുറച്ച് എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കും. അതാണ് ഇലക്ട്രിസിറ്റിന്റെ ഇമ്പോർട്ടൻസ്. കുറച്ച് എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കുന്നതിനെ കൊണ്ടുള്ള ഗുണം എന്താ? ഒറ്റ ഫോം ഓഫ് എനർജി, ഇലക്ട്രിസിറ്റി എന്നുള്ള ഒറ്റ ഫോം ഓഫ് എനർജി കൊണ്ട് ഒരുപാട് ഇഫക്ട്സ് ഉണ്ടാക്കാൻ സാധിക്കും, ഒരുപാട് വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ഇത്ര ഇമ്പോർട്ടന്റ് ആയി മാറുന്നത്. അപ്പോ എന്താ ഞാൻ പറഞ്ഞു തന്നത്? ഇലക്ട്രിസിറ്റി ഒരു ഫോം ഓഫ് എനർജീനെ വേറൊരു ഫോം ഓഫ് എനർജി ആയിട്ട് മാറ്റാൻ പറ്റും. ഇലക്ട്രിസിറ്റിനാണെങ്കിൽ സിമ്പിൾ ആയിട്ട് അത് കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇലക്ട്രിസിറ്റി ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നത്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിസിറ്റി മൂലം ഉണ്ടാവുന്ന ഇഫക്ട്സ് എന്ന് പറയുന്നത് ഈ എനർജി ചേഞ്ച് ഉണ്ടാവുന്ന ഇഫക്ട്സ് ആയിരിക്കില്ലേ? അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ.
ഏതിൽ നിന്ന് എങ്ങോട്ടേക്കാണ് എനർജി ചേഞ്ച് ചെയ്യുന്നത്. നമുക്ക് ചുറ്റും ഒരുപാട് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഉണ്ട്, ഒരുപാട് വൈദ്യുത ഉപകരണങ്ങളുണ്ട്, ഫാൻ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഉണ്ടാകുന്നത് ഒരേപോലത്തെ മാറ്റമാണോ? ഒരു സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും, വേറൊരു സ്വിച്ച് ഇട്ടാൽ ഫാൻ കറങ്ങും. രണ്ടിലൂടെയും കറണ്ട് വേണം, രണ്ടും വർക്ക് ചെയ്യണമെങ്കിൽ കറണ്ട് വേണം, ഇലക്ട്രിസിറ്റി വേണം. കറണ്ട് അല്ല, ഇലക്ട്രിക് കറണ്ട് വേണം. പക്ഷേ രണ്ടിലും ഒരേ രീതിയിലാണോ രണ്ടും വർക്ക് ചെയ്യുന്നത്? ഒരിക്കലും അല്ലല്ലോ. അപ്പോ എനർജി ചേഞ്ച് സംഭവിക്കുന്നത് വേറെ രീതിയിലാണ് നമ്മൾ കണ്ടല്ലോ. അത് എങ്ങനെയാണെന്ന് നോക്കാം. പല അപ്ലയൻസസിലുള്ള നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്നത് അതാണ്. ഒരു ടാബിളിലായിട്ട് ഡിവൈസസിന്റെ ഉപകരണങ്ങളുടെ പേരുണ്ട്, അതേ തൊട്ടടുത്ത കള്ളിയിൽ അതുപോലെ യൂസസ് ഉണ്ട്, അത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും അറിയാം ലൈറ്റിന്റെ ഉപയോഗം എന്താ, ഫാനിന്റെ ഉപയോഗം എന്താ, അത്രയും അതൊന്നും പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. പിന്നെ എനർജീന്റെ ചേഞ്ച് അതും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്നത് ഇതാ നോക്ക്. ഇലക്ട്രിക് ബൾബ് എന്ത് എനർജി ചേഞ്ച് ഉണ്ടാവുന്നത്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ നമുക്ക് വെളിച്ചം കിട്ടുന്നത്, ലൈറ്റ് കിട്ടുന്നത് അല്ലെ. കറണ്ട് പോകുമ്പോ അല്ലെങ്കിൽ വൈദ്യുതി പോകുമ്പോ, വൈദ്യുതി കടന്നു പോകുമ്പോ വെളിച്ചം കിട്ടുന്നത്, പ്രകാശം കിട്ടുന്നത്. അപ്പോ എന്ത് എനർജി ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുക? ഇലക്ട്രിക്കൽ എനർജി ടു ലൈറ്റ് എനർജി. വൈദ്യുതി ഊർജത്തിന് പ്രകാശോർജ്ജമാക്കി മാറ്റുന്നത്. ഓക്കെ. ഇൻഡക്ഷൻ കുക്കർ എന്താ? കറണ്ടിലല്ലേ വർക്ക് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ എനർജി അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോ ഇൻഡക്ഷൻ കുക്കറിൽ ഇലക്ട്രിക്കൽ എനർജീനെ ഹീറ്റ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അടുത്തത് സ്റ്റോറേജ് ബാറ്ററി. നമ്മൾ സാധാരണ കാണുന്ന സ്റ്റോറേജ് ബാറ്ററി ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുമ്പോഴുള്ള കേസാണ് നമ്മൾ പറയുന്നത്. ഏതൊരു ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ, ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ പറയാലോ, കറണ്ട് കുത്തിയിടാന്ന് നമ്മള് പക്ക മലയാളത്തില് പറയില്ലേ. അപ്പോ സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചാർജ് ചെയ്യുമ്പോൾ അത് എന്നിട്ട് എന്ത് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്? കെമിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. വൈദ്യുതി ഊർജത്തിനെ രാസോർജമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ. മിക്സിയിൽ എന്താ സംഭവിക്കുന്നത്? കറണ്ട് പോകുമ്പോ അതിന്റെ അടിയിലുള്ള ഈ ബ്ലേഡ് ഇങ്ങനെ കറങ്ങുന്നുണ്ട് അല്ലെ. അതല്ലേ എല്ലാം മുടിഞ്ഞു വരുന്നത്? ബ്ലേഡ് ഇങ്ങനെ സ്പീഡ് കറങ്ങുന്നതിനെ കൊണ്ട് കറങ്ങുക, റൊട്ടേറ്റ് ചെയ്യുക, മൂവ് ചെയ്യുക. ഓക്കെ. ഏത് എനർജിയാ? മെക്കാനിക്കൽ എനർജി. അപ്പോ മിക്സിയിൽ ഇലക്ട്രിക്കൽ എനർജി, ഇലക്ട്രിസിറ്റി, വൈദ്യുതിയോർജം കടന്നു പോകുമ്പോ അത് എന്താവും? മെക്കാനിക്കൽ എനർജി, യാന്ത്രികോർജമായിട്ട് മാറും. ഓക്കെ. ഇതാണ് നിങ്ങളെ ഫസ്റ്റ്, നിങ്ങളുടെ പാഠത്തിലുള്ള ഫസ്റ്റ് നിങ്ങൾ ഫീൽ ചെയ്യേണ്ട കാര്യം. ഓക്കെ. അപ്പോ നമ്മൾ കണ്ടു ഒരുപാട് എഫക്റ്റ് അല്ലെങ്കിൽ ഒരുപാട് എനർജി ചേഞ്ച് നടക്കുന്നുണ്ട്. നമ്മളെ പിന്നെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് കറന്റിന് ഒരുപാട് എനർജി ചേഞ്ച് സംഭവിക്കുന്നുണ്ട് നമ്മൾ കണ്ടില്ലേ. ഓക്കെ. ഇനി ഈ എനർജി ചേഞ്ചിന്റെ ഫലമായിട്ട് ഈ എനർജി ചേഞ്ചിന്റെ കൊണ്ട് ഉണ്ടാകുന്ന കുറെ ഇഫക്ട്സിനെ പറ്റി, കുറെ ഫലങ്ങളെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം, ഹീറ്റിംഗ് എഫക്റ്റിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ. ഇതിനു മുമ്പേ കറണ്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇലക്ട്രിക് കറണ്ട് നമുക്ക് സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് ഐ. ഇലക്ട്രിക് കറണ്ടിനെ, വൈദ്യുത പ്രവാഹത്തിനെ നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്റർ ആണ് ഐ. ഇതിന്റെ യൂണിറ്റ് ആണ് എല്ലാവർക്കും അറിയേണ്ടതാണ് ആംപിയർ. ആംപിയർ എന്നുള്ള ഒരു യൂണിറ്റ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ്, ക്യാപിറ്റൽ ലെറ്റർ എ ആണ്. ആംപിയർ എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞന്റെ പേരിൽ അറിയപ്പെടുന്ന യൂണിറ്റ് ക്യാപിറ്റൽ ലെറ്റർ എ കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ. അപ്പൊ കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, പണ്ടേ പഠിക്കുന്നതാണ്. ഇനി എന്താ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ? ചാർജിന്റെ ഫ്ലോ ആണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ. ഒരുപാട് ചാർജ് ഇങ്ങനെ ഒഴുകുന്നുണ്ട് അല്ലെ. അപ്പൊ ചാർജ് ഒഴുകുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയാ. പക്ഷെ എല്ലാ മൊത്തത്തിൽ നമ്മൾ പറയില്ല. ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഐ എന്ന് പറഞ്ഞാല് അഥവാ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാല് ചാർജുകൾ, മലയാളത്തിലുള്ള അതേ ചാർജിനെ നമ്മൾ ക്യൂ എന്നുള്ള ഇതുകൊണ്ടാണ് ചാർജിനെ സൂചിപ്പിക്കുക. ക്യൂ എന്നുള്ള അക്ഷരം കൊണ്ടാണ് ചാർജിനെ സൂചിപ്പിക്കുക. സാധാരണ ക്യൂ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ചാർജിനെ സൂചിപ്പിക്കുക. അപ്പോ ചാർജ് ക്യൂ ഒരു സെക്കൻഡിൽ എത്ര ചാർജ് ഒഴുകുന്നുണ്ട് എന്നുള്ളതാണ് കറണ്ട് എന്ന് പറയുന്നത്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. വൈദ്യുത പ്രവാഹം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡില്, നമ്മുടെ സമയത്തിന്റെ സെക്കൻഡ് തന്നെ, ഒരു സെക്കൻഡില് എത്ര ചാർജ് ഒഴുകുന്നുണ്ട് എന്നുള്ളതാണ് ഇലക്ട്രിക് കറണ്ട് അഥവാ വൈദ്യുത പ്രവാഹം എന്ന് പറയുന്നത്.
അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മൊത്തം എത്ര ചാർജ് ഉണ്ടോ, മൊത്തം ചാർജ് നമ്മൾ ക്യൂന്ന് അടയാളപ്പെടുത്തിയാൽ അതിനാ മൊത്തം സമയം കൊണ്ട് അയച്ചാൽ ഒരു സെക്കൻഡിൽ എത്ര ചാർജ് കടന്നു പോകുന്നുണ്ട് നമുക്ക് കണ്ടുപിടിക്കാലോ. അപ്പൊ ഐ എന്ന് പറഞ്ഞാല് ചാർജ് എന്ന് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാല് ചാർജ് ബൈ സമയം. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ഇത് തന്നെ നമുക്ക് യൂണിറ്റ് കണ്ടുപിടിക്കേ. ചാർജ് എന്ന് പറഞ്ഞ യൂണിറ്റ്, ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളംബ് സി. കൂളംബ് സി. ഓക്കെ, സി പെർ ടൈം. സമയത്തിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ്. കൂളംബ് പെർ സെക്കൻഡ്. ഇതിനെയാണ് നമ്മൾ ആംപിയർ എന്ന് വിളിക്കുക. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ചാർജ് എന്താ ചാർജ് എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഒരു സെക്കൻഡിൽ ഒഴുകുന്ന ചാർജിന്റെ അളവാണ് കറണ്ട് എന്ന് പറഞ്ഞ് ഞാനാണ് ചെയ്തത്. കറണ്ടിനെ ഐ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, ചാർജിനെ ക്യൂ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി ആണ്. ചാർജിന്റെ യൂണിറ്റ് കൂളോംബ് ആണ്, കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ, ക്യാപിറ്റൽ ലെറ്റർ എ, ആംപിയർ. ഓക്കെ, അപ്പോ നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ്, ഹീറ്റിംഗ് എനർജി ഉണ്ടാവുന്നുണ്ട് നമ്മൾ കണ്ടതാണ്. ഹീറ്റിംഗ് എനർജി ഉണ്ടാവുന്നുണ്ടെന്ന് കണ്ടതാണ്. അതൊന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള ഇസ്തിരിപ്പെട്ടിയിലൊക്കെ ഹീറ്റാണ്, ഇസ്തിരിപ്പെട്ടിയൊക്കെ ചൂടാവുകയും അയൺ ബോക്സ് ഒക്കെ ചൂടാവുകയല്ലേ ചെയ്യുന്നത്. അയൺ ബോക്സ് കാലം തുറന്നു നോക്കിയിട്ടുണ്ടോ? എന്താ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക? നിക്രോം വയറാണ് അയൺ ബോക്സിന്റെ ഉള്ളിൽ ഉണ്ടാവുക അല്ലെ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാണ്. ഹീറ്റ് വരുന്നുണ്ട് എന്നൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി വെറുതെ ചെയ്യാട്ടോ, വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല, വെറുതെ ഒന്ന് ചെയ്യാം. എന്താ ചെയ്യുന്നത്? ഒരു ബാറ്ററി, ഒരു സർക്യൂട്ട് ഉണ്ടാക്കി, നിക്രോം വയർ കൊണ്ടുള്ള ഒരു സർക്യൂട്ട്, നിക്രോം റെസിസ്റ്റർ കൊണ്ടുള്ള ഒരു സർക്യൂട്ട് സ്വിച്ച് ഓൺ ആക്കിയാൽ ഇതിലൂടെ എന്താ ചാർജ് ഒഴുകും. യൂണിറ്റ് ചാർജ് ഒരു സെക്കൻഡിൽ ഒഴുകുന്നതെന്ന് വെച്ചാൽ കറണ്ട് എന്ന് വിളിക്കും. നമ്മൾ കറണ്ടോട് സൂചിപ്പിച്ച് കറണ്ട് ഒഴുകി, ഇലക്ട്രിക് കറണ്ട് ഒഴുകും. ഇലക്ട്രിക് കറണ്ട് ഒഴുകിയാൽ ഇത് കുറച്ച് നേരം കഴിഞ്ഞാൽ ഹീറ്റ് വരും, ഇതിലൂടെ ചൂടാവും അല്ലെ. കുഴപ്പമില്ലല്ലോ, എല്ലാവർക്കും അറിയാന്നല്ലേ, കുറച്ച് നേരം കഴിഞ്ഞാൽ ഇത് ചൂടാവുന്നതാണ് അല്ലെ. ഇനി ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഹീറ്റിംഗ് എഫക്റ്റ് അതായത് ചൂട് പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ ഡെയിലി ഡേ ടു ഡേ അപ്ലയൻസസ്, ഹോം അപ്ലയൻസസ്, നമ്മൾ ദിവസവും ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ഉപകരണങ്ങൾ നമുക്ക് മനസ്സിലാകാം. ഇനി എത്ര എമൗണ്ട് ഓഫ് ചാർജ് ആണ്, ഹീറ്റ് ആണ്, എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയാണ് ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എത്ര വൈദ്യുതി ഊർജ്ജം അല്ല, എത്ര താപോർജ്ജമാണ് ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ഈ സർക്യൂട്ട് ശരിയാവില്ല, ഇതിൽ നോക്കിയാൽ ശരിയാവില്ല. ഇതിലെന്താ 6 വോൾട്ട് നിക്രോം വയറിനൊക്കെ കൊടുത്തിരിക്കും. ഒന്നും വേണ്ട, നമുക്ക് ഇതിനൊന്ന് ജനറലൈസ് ചെയ്യാം. ഓക്കെ, നിക്രോം വയറല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. ഏതോ നിക്രോം വയറാണെന്നില്ല, ഏതോ നല്ല റെസിസ്റ്റൻസ് ഉള്ള ഒരു റെസിസ്റ്റർ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഈ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് 6 ആണെന്ന് വെച്ചോ. ഓക്കെ, ഇവിടെ 6 വോൾട്ട് ഒന്നും കൊടുത്തിട്ടില്ല, എത്രയോ വോൾട്ടുള്ള ഒരു ബാറ്ററി. ഓക്കെ, എത്രയോ വോൾട്ടുള്ള ഒരു ബാറ്ററി. ഓക്കെ, ബാറ്ററി വോൾട്ടുള്ള സെല്ല്. അപ്പം 6 വി, എത്രയോ വോൾട്ട് അറിയാത്തതിനെ കൊണ്ട് വി. ഓക്കെ, ഇനി ഇതിലൂടെ ഒഴുകുന്ന കറണ്ട്, ഇലക്ട്രിക് കറണ്ട് ഐ ആണെന്ന് വിചാരിക്കുക. ഐ എന്നുള്ള പറഞ്ഞ കറണ്ട് ആണ് ഇതിലൂടെ ഒഴുകുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ നമുക്ക് അളക്കണേ. നമ്മൾ വെറുതെ സൂചിപ്പിച്ച അളക്കാൻ നമ്മൾ എന്തായാലും നേരത്തെ പറഞ്ഞതാണ്, ഒന്നുമില്ല, നമ്മൾ മുമ്പേ പഠിച്ചതാണ്. ഈ പോയിന്റ് വരെയുള്ള വോൾട്ടേജ് അളക്കാൻ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാൻ, പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ നമ്മൾ വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞ ഒരു ഉപകരണം ഉപയോഗിക്കും അല്ലെ. വോൾട്ട് മീറ്റർ മറന്നുപോലെ, പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം വോൾട്ട് മീറ്റർ, എല്ലാവരും പറയുന്നതാണ്. ഇനി കറണ്ട്, ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹത്തിന് അളക്കാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുക? അമ്മീറ്റർ എന്ന് പറഞ്ഞുള്ള സാധനം എല്ലാവർക്കും പറയുന്നതല്ലേ. ഓക്കെ, അപ്പൊ അമ്മീറ്ററും വോൾട്ട് മീറ്ററും ഉണ്ട്. വോൾട്ട് മീറ്റർ കാണിക്കുന്ന റീഡിങ് വി ആണ്. അതായത് വോൾട്ട് മീറ്റർ വി എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇതിലുണ്ട് എന്ന് പറയുന്നത്. വോൾട്ട് മീറ്ററിലുള്ള അളവ് വി ആണ്. വി എന്നുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണെന്ന് പറയുന്നത്, തൊട്ട് തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം. ഓക്കെ, അമ്മീറ്ററിൽ കാണിക്കുന്ന റീഡിങ് ഐ ആണ്. അതാ ഇത് തന്നെ ഐ കറണ്ട്. ഐ എന്ന് പറഞ്ഞ കറണ്ടാണ് ഇതിലൂടെ ഒഴുകുന്നത്. ഐ എന്ന് പറഞ്ഞ ഇലക്ട്രിക് കറണ്ടാണ് ഇതിലൂടെ ഒഴുകുന്നത്. ഐ എന്ന് പറഞ്ഞ വൈദ്യുത പ്രവാഹമാണ് ഇതിലൂടെ ഒഴുകുന്നത് എന്നാണ് പറയുന്നത്.
ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താ ഈ വോൾട്ടർ എന്ന് പറഞ്ഞാല്, അല്ല പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യൽ വ്യത്യാസം, വോൾട്ടർ അല്ല, പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ, എങ്ങനെയാണ് കിട്ടുക? പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിൾ ആണ്, ചെയ്യുന്ന പ്രവൃത്തിയാണ്, വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വർക്ക് ഡൺ ആണ്. അതായത് നമ്മൾ ഒരു യൂണിറ്റ് ചാർജിനാണ്, യൂണിറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു കൂളോംബ് ചാർജിനാ 1 ജൂൾ എനർജി ഉപയോഗിച്ചിട്ടാണ്, 1 കൂളോംബ് ചാർജിന 1 ജൂൾ എനർജി ഉപയോഗിച്ചിട്ടാണ് ഈ പോയിന്റിലേക്ക് എത്തിക്കുന്നത് വിചാരിക്കുക. കുഴപ്പമില്ലല്ലോ, 1 കൂളോംബ് ചാർജിന 1 ജൂൾ എനർജി ഉപയോഗിച്ചിട്ടാണ് ഈ പോയിന്റിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം 1 കൂളോംബ് ചാർജിന ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളോംബ്, 1 ജൂൾ എനർജിന്റെ യൂണിറ്റ് ആണ് ജൂൾ. 1 ജൂൾ എനർജി ഉപയോഗിച്ചിട്ടാണ് ഈ പോയിന്റിലേക്ക് എത്തിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആയിരിക്കും. കുഴപ്പമില്ലല്ലോ. എന്താ പറഞ്ഞത്? 1 കൂളോംബ് ചാർജിന ഒരു പോയിന്റിന് വേറൊരു പോയിന്റിലേക്ക് എത്തിക്കാൻ 1 ജൂൾ എനർജിയാണ് ഉപയോഗിച്ചതെങ്കിൽ നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആയിരിക്കും. 1 കൂളോംബ് ചാർജിന ഒരു 1 പോയിന്റിന് അനദർ പോയിന്റിലേക്ക് എത്തിക്കാൻ 1 ജൂൾ എനർജിയാണ് യൂസ് ചെയ്തതെങ്കിൽ നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 വോൾട്ട് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയി? അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താ? വർക്ക് തന്നെയാ, ചെയ്യുന്ന പ്രവൃത്തി തന്നെയാ, എനർജി തന്നെയാ. ഓക്കെ, എനർജി അല്ല വർക്ക്. ഓക്കെ, അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നതും വർക്ക് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ഓക്കെ, പൊട്ടൻഷ്യൽ വ്യത്യാസവും വർക്ക് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മൾ കണ്ടില്ലേ, വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വർക്ക് ഡൺ ഈക്വൽ ആണെന്ന് കണ്ട്. കുഴപ്പമില്ലല്ലോ. അപ്പോ നമുക്ക് നേരെ അത് 1 കൂളോംബ് ചാർജിന്റെ കേസിൽ മാത്രമാണ്, 1 കൂളോംബ് ചാർജിന്റെ കേസിലാണ് ഞാൻ പറയുന്നത്. 1 കൂളോംബ് ചാർജ് ആണ് നമ്മൾ ഇവിടെ എടുത്തത്. എന്താ നമ്മൾ പറഞ്ഞത്? ഒന്നുമില്ല, 1 കൂളോംബ് ചാർജിനാ 1 ജൂൾ എനർജി ഉപയോഗിച്ചിട്ടാണ് ഒരു പോയിന്റിന് വേറൊരു പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കുന്നതെങ്കിൽ, 1 കൂളോംബ് ചാർജിനാ 1 ജൂൾ എനർജി ഉപയോഗിച്ചിട്ടാണ് ഒരു പോയിന്റിന് വേറൊരു പോയിന്റിലേക്ക് എത്തിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 വോൾട്ട് ആയിരിക്കും. ഓക്കെ, ഞാൻ നേരെ ഒന്ന് തിരിച്ചു പറയാ. എന്താ? 1 കൂളോംബ് ചാർജിന 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിലുള്ള ഒരു സർക്യൂട്ടിൽ 1 കൂളോംബ് ചാർജിന 1 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസമുള്ള ഒരു സർക്യൂട്ടിൽ 1 കൂളോംബ് ചാർജിന ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് എത്തിക്കാൻ നമ്മൾ 1 ജൂൾ എനർജി ഉപയോഗിക്കണം, അല്ലെങ്കിൽ 1 ജൂൾ എനർജി ഉപയോഗിക്കണം എന്നുള്ള അതിന്റെ അർത്ഥം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ജനറലൈസ് ചെയ്താല്, ഇവിടെ ഇതിലൂടെ ഒഴുകുന്നത് എത്ര എമൗണ്ട് ചാർജ് ആണ് നമുക്ക് അറിയില്ല, Q എമൗണ്ട് ആണെന്ന് വിചാരിക്കുക. ഇതിലൂടെ ഒഴുകുന്ന ചാർജ് നമ്മൾ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്നാണ് പറഞ്ഞത്. ഇതിലൂടെ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെങ്കിൽ ഇതിലൂടെ ഒഴുകേണ്ടത് എത്രയാ? 1 കൂളോംബ് ചാർജ് ആണ്. ഉപയോഗിക്കുന്ന എനർജി എന്ന് പറയുന്നത് 1 ജൂൾ ആണ്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ Q എമൗണ്ട് ചാർജ് ആണ് ഒഴുകുന്നത്. എത്ര നമുക്ക് അറിയില്ല. Q എമൗണ്ട് ചാർജ് ആണ്, Q അളവിലുള്ള ചാർജ് ആണ് ഒഴുകുന്നത്. V അളവിലാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ചെയ്ത പ്രവൃത്തി അഥവാ ഉപയോഗിച്ച എനർജി, ഊർജ്ജം എന്ന് പറയുന്നത് എത്രയാ കിട്ടുക? Q into V. ഓക്കെ, ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, Q into V കിട്ടി. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി നമുക്കറിയാം, അറിയില്ലെങ്കിൽ പറഞ്ഞിരിക്കുക, പവർ എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ടൈം ആണ്. പവർ എന്ന് പറയുന്നത് ചെയ്ത പ്രവൃത്തിനെ ഒരു സെക്കൻഡിൽ എത്ര പ്രവൃത്തി ചെയ്തു, ഒരു സെക്കൻഡിൽ എത്ര വർക്ക് ചെയ്തു എന്നുള്ളതാണ് പവർ. ഒരു സെക്കൻഡിൽ എത്ര വർക്ക് ചെയ്തു എന്നുള്ളതാണ് പവർ. പവർ ഇസ് ഈക്വൽ ടു W by T. കുഴപ്പമില്ലല്ലോ. പവർ എന്ന് പറയുന്നത് W by T ആണ്. ഓക്കെ, അപ്പൊ W വർക്ക് ഡൺ എനർജി എത്രയാ നമുക്ക് കിട്ടി? Q into V ആണ് കിട്ടിയതാണ്. Q into V by T.
Q into V by T. പവർ എന്ന് പറയുന്നത് ഒന്നുമില്ല, ഒരു സെക്കൻഡിൽ എത്ര പ്രവൃത്തി ചെയ്തു, എത്ര വർക്ക് ചെയ്തു എന്നുള്ളതാണ് പവർ. അപ്പം വർക്ക് ചെയ്ത് നമുക്ക് കിട്ടി Q into V ആണ്. വർക്ക് ചെയ്തത് ഒന്നുമില്ല, ഒന്നും മനസ്സിലാവാത്ത ആൾക്കാരെ വർക്ക് ചെയ്തത് പൊട്ടൻഷ്യൽ ഡിഫറൻസും വർക്കും ഈക്വൽ ആവുമെന്ന് പഠിക്കുക. V equal to W ആണെന്ന് മനസ്സിലാക്കുക. അത്രയും വരെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. ഇനി വർക്ക് Q ചാർജ് ആവുമ്പോൾ വർക്ക് ചെയ്തത് പിന്നെ പ്രവൃത്തി ചെയ്തത് വർക്ക് അല്ലെങ്കിൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് Q into V ആവും. ഓക്കെ, ഇതേ ഇക്വേഷൻ തന്നെ ഇവിടെ 1 കൂളോം ചാർജ് ഉപയോഗിച്ചത്, ഇവിടെ Q ആണ് ഉപയോഗിച്ചത്, അപ്പൊ Q into V എന്ന് വരും. ഓക്കെ, ഇനി പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം ആണ്. ഒരു സെക്കൻഡിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവാ പവർ എന്ന് പറയുന്നത്, വർക്ക് ബൈ ടൈം. ഓക്കെ, അപ്പം വർക്കിന് പകരം നമുക്ക് Q into V എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പം പവർ എന്ന് പറയുന്നത് Q into V ആണ്. P is equal to Q into V, വർക്ക് ബൈ ടൈം T. ഇവിടെ ആരെയും കാണുന്നുണ്ടോ? നോക്കി Q by T എവിടെയോ കേട്ടിട്ടുണ്ട് അല്ലെ? ചാർജ് ബൈ സമയം, അതായത് ഒരു സെക്കൻഡിൽ ഒഴുകുന്ന ചാർജിന്റെ അളവ് എന്തായിരുന്നു? നമ്മൾ നേരത്തെ ഒരു സാധനം പഠിച്ചിരുന്നു അല്ലെ? I കറണ്ട് എന്താ? Q by T. ഓർമ്മയില്ലേ? ഒരു സെക്കൻഡിൽ ഒഴുകുന്ന ചാർജിന്റെ അളവ് കറണ്ട്, ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹം അല്ലെ? അപ്പൊ Q by T എന്ന് പറഞ്ഞാൽ I അല്ലേ? അപ്പൊ ഇത് ഇങ്ങനെയാണുള്ളത്, Q by T into V എന്നല്ലേ? അപ്പം പവർ എന്ന് പറഞ്ഞത് V I into V, I into V എഴുതി കൂടെ അല്ലേ? പവർ എന്ന് പറയുന്നത് I into V എന്ന് എഴുതിയില്ലേ? ഓക്കെ, എല്ലാവരും എഴുതി വെക്കണേ നോട്ടില്. പവർ എന്ന് പറയുന്നത് P is equal to IV അല്ലെങ്കിൽ VI എന്ന് എടുക്കാം. ഓക്കെ, പവർ എന്ന് പറയുന്നത് VI. ഓക്കെ, ഇനി നോക്കണെങ്കിൽ ഈ പവർ എന്ന് പറയുന്നത് ഇത് ഒരു സെക്കൻഡിൽ ചെയ്ത എനർജീന്റെ അളവല്ലേ? ഒരു സെക്കൻഡിലത്തെ പ്രവൃത്തിന്റെ ഊർജത്തിന്റെ അളവ്. ഓക്കെ, ഇനി നമ്മൾ T എന്ന് പറയുന്ന സമയത്തിൽ എത്ര പ്രവൃത്തി ചെയ്തു, എത്ര എനർജി ഉപയോഗിച്ചു എന്ന് അറിയണം നമുക്ക്. T എന്ന് പറയുന്ന സെക്കൻഡിൽ എത്ര എനർജി യൂസ് ചെയ്തു എന്നറിയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇതിനെ T കൊണ്ട് കുടിക്കൂല്ലേ? PT BIT. T സെക്കൻഡിൽ എത്ര വർക്ക് ചെയ്തു എന്നുള്ളതാണ്. T സെക്കൻഡിൽ എത്ര ഊർജം പോയി. T സെക്കൻഡ് കൊണ്ടാണ്. നമുക്ക് ഇവിടെ ഒരു സെക്കൻഡ് കൊണ്ടാണ് ഇവിടെ എത്തുന്നത് പറഞ്ഞിട്ടില്ലല്ലോ. ഒരു സെക്കൻഡിലാണെങ്കിൽ VI ആണ്. ഇപ്പൊ T സെക്കൻഡ് ആണെങ്കിൽ T സെക്കൻഡ് കൊണ്ടാണ് ഇവിടെ എത്തുന്നത്. എത്രയോ സമയം കൊണ്ടാണ് ഇവിടെ എത്തുന്നത്. ഓക്കെ, എത്ര നമുക്ക് അറിയില്ല T. അപ്പം PT എന്ന് പറയുന്നത് VIT ആണ്. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി ഇതാണ് നമുക്ക് കിട്ടിയ മൊത്തം ഊർജം, ടോട്ടൽ എനർജിയാണ് ഇത് കിട്ടിയത്. ഈ എനർജിയാണ് എന്തായിട്ട് മാറുക? എന്തായിട്ടാ ഇത് മാറുക? നമ്മൾ കണ്ടു നേരത്തെ ഇതിലൂടെ ഹീറ്റ് പോകുന്നുണ്ട് അല്ലെ? ആ ഹീറ്റ് ആയിട്ട് മാറിയതല്ലേ? ഇത് എനർജി അല്ലേ? അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കി? നമ്മള് ഇതേ എനർജിയാണ് ഹീറ്റ് ആയിട്ട് പോകുന്നത്. അപ്പൊ ഇതിന് പകരം H എന്ന് കൊടുക്കാം. H എന്ന് പറയുന്നത് VIT ആണ്. ഹീറ്റ് എനർജി എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു കറന്റ് ഇൻറ്റു ടൈം T സെക്കൻഡ് ആണ്, അതുകൊണ്ടാണ് ഒഴിയെങ്കിൽ T. ഓക്കെ, ഹീറ്റ് എന്ന് പറയുന്നത് H is equal to VIT. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പൊ നോക്കണേ, ഹീറ്റ് പുറത്ത് വരുന്നുണ്ട്. ഇതിലൂടെ മാത്രമേ നമുക്ക് ഹീറ്റ് വരുന്നുള്ളൂ അല്ലെ? ഇവിടെ ഇതൊക്കെ കണക്ഷൻ വയർ തന്നെയല്ലേ? ഇതിലൂടെ ഒന്നും നമുക്ക് ഹീറ്റ് അനുഭവപ്പെടുന്നില്ലല്ലോ. അതിന് കാരണം എന്താ? ഇതിലൂടെയൊക്കെ പൊട്ടൻഷ്യൽ വ്യത്യാസം, വോൾട്ടേജ് ഉണ്ട് അല്ലെ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട് അല്ലെ? ഇതിലൂടെയൊക്കെ ചാർജ് ഒഴുകുന്നുണ്ട്, ഇലക്ട്രിക് കറണ്ട് ഒഴുകുന്നുണ്ട്. ഓക്കെ, പക്ഷെ എന്തുകൊണ്ടാ ഇവിടെ മാത്രം ഹീറ്റ്, ഇവിടെ മാത്രം താപോർജ്ജം പുറത്തേക്ക് വരുന്നത്, ഹീറ്റ് പുറത്തേക്ക് വരുന്നത്? എന്തോ ഒരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പൊ പുറത്തു വരുന്ന താപോർജ്ജത്തിന സ്വാധീനിക്കുന്ന ആൾക്കാര് വോൾട്ടേജും കറണ്ടും മാത്രല്ല, വേറെ എന്തോ ഒരു കാര്യം
ഇവിടെ അതിനെ വല്ലാണ്ട് സ്വാധീനിക്കുന്നുണ്ട്, വല്ലാണ്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അതെന്താ സാധനം നോക്കാം നമുക്ക്. കുഴപ്പമില്ലേ, ഒന്നുമില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ സാധാരണ നമുക്ക് കിട്ടി മൊത്തം എനർജി എന്ന് പറയുന്നത് VIT ആണ് കിട്ടി. ഇപ്പോ മൊത്തം എനർജി അതാണ് നമുക്ക് ഹീറ്റ് എനർജി ആയിട്ട് മാറ്റുന്നത്. അപ്പൊ ഹീറ്റ് എനർജി എന്ന് പറയുന്നത് VIT ആണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മളെ മനസ്സിൽ തോന്നേണ്ട ഒരു സംശയമാണ് എന്ത്, ഇതിലൂടെ ഇവിടെ ഒക്കെ ഒരേ ബി എന്ന് പറഞ്ഞ അതേ അളവിൽ പൊട്ടൻഷ്യൽ വ്യത്യാസമില്ലേ? പോയിന്റ് മുതൽ വരെയുള്ള ഏത് 2 പോയിന്റ് എടുത്താലും നമുക്ക് ബി എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ വ്യത്യാസം തന്നെ കിട്ടുന്നുണ്ട് അല്ലേ? ഇതാ ഇപ്പോയിന്റ് നിന്ന് ഇപ്പോയിന്റിലേക്ക് എടുത്ത് ഇതും ബി ആയിരിക്കും, ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എടുത്തു ഒക്കെ ബി ആയിരിക്കും. 2 പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം ഒക്കെ ബി തന്നെയാണെന്ന് നമുക്ക് അറിയാം. പിന്നെ ഐ എന്ന് പറഞ്ഞ കാരണമാണ് ഇതിലൂടെ മൊത്തം ഒഴുകുന്നത്, എല്ലാത്തിലൂടെ ഒഴുകുന്നത്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കണക്ഷൻ വയർ കണക്ട് ചെയ്യുന്ന വയറൊക്കെ ചൂടാവേണ്ടതല്ലേ? അങ്ങനെ ആവുന്നുണ്ടോ? ഇല്ല. അപ്പം വോൾട്ടേജും കറണ്ടും മാത്രമല്ല ഹീറ്റിനെ, താപോർജ്ജത്തിനെ സ്വാധീനിക്കുന്നത്, വേറെ എന്തോ ഒന്നും കൂടി ഉണ്ട്. അതെന്താണ് നമുക്ക് നോക്കുക. അപ്പൊ ഫിസിക്സിൽ അല്ലെങ്കിൽ സയൻസിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു ലോ ആണ് ഓംസ് ലോ. ഓംസ് ലോ എന്താ പറയുന്നത്? V is equal to IR അല്ലേ? V is equal to ഓംസ് ലോ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരുന്നില്ലേ. ഓംസ് ലോന്റെ ഇക്വേഷൻ മാത്രമാണ് V is equal to IR. പഠിക്കണമെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ ട്രയാങ്കിൾ ഒക്കെ പഠിച്ചതാ അല്ലേ? ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച ഓർമ്മയില്ലേ? കഴിഞ്ഞ കൊല്ലായിരുന്നു ഏതോ എന്തായാലും പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ P is equal to IR, I is equal to V by R ഒക്കെ നമുക്ക് അറിയുന്ന കാര്യമല്ലേ? അപ്പോ ഓംസ് ലോ എന്താണെന്ന് ഞാൻ പറയുന്നില്ലേ. ഓംസ് ലോ പ്രകാരം V is equal to IR ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ വോൾട്ടേജിനെ മാറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. IR into I into T അഥവാ I square RT. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി H is equal to heat energy is equal to I square RT ആണ് നമ്മൾ കണ്ടുപിടിച്ചല്ലേ. നമ്മൾ ആദ്യം തന്നെ ഈ സർക്യൂട്ട് വരച്ച് തന്നെ എന്തുദ്ദേശത്തിലായിരുന്നു? എത്ര അളവിലാണ് പുറത്തേക്ക് വരുന്ന ഹീറ്റ് എനർജി കണ്ടുപിടിക്കാൻ. നമ്മളിപ്പം കണ്ടുപിടിച്ചില്ലേ. ഓക്കെ, H is equal to I square RT. അപ്പോ ഇവിടെ R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് കൂടി വരുന്നുണ്ട്. അപ്പൊ റെസിസ്റ്റൻസും കറണ്ടും ഒക്കെ എഫക്ട് ചെയ്യുന്നതിനാ പുറത്തേക്ക് വരുന്ന ഹീറ്റ് എനർജീനാ. ഓക്കെ, റെസിസ്റ്റൻസ് ഒരു പ്രധാന ഘടക, കറണ്ടും അതേപോലെ തന്നെ പ്രധാന ഘടക. ഓക്കെ, ഇനി നമ്മളിപ്പോ കണ്ടുപിടിച്ച ഈ ഇക്വേഷനിലെ ഇത് വലിയൊരു ലോ ആട്ടോ. ഫിസിക്സിലെ വലിയൊരു ലോ ആണ്. എന്താ ആ ലോന്റെ പേര്? ജൂൾസ് ലോ ആണ്. നമ്മളിപ്പോ ഇവിടെ വെറും മാത്തമാറ്റിക്കൽ ഫോമിൽ അല്ലെങ്കിൽ ഇക്വേഷൻ ആയിട്ട് എഴുതി വെച്ചത് H is equal to I square RT. ജൂൾസ് ലോ ആണ്. എന്താ ജൂൾസ് ലോ പറയുന്നത്? ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഇത് തന്നെയാണ് പറയുന്നത്. ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ ഡെവലപ്പ് ജനറേറ്റ് ചെയ്യുന്ന ഉണ്ടാവുന്ന ഹീറ്റ് എത്രയാണ് എന്നാണ് പറയുന്നത് ജൂൾസ് ലോ. ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ ഉണ്ടാവുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത് is directly proportional to heat energy എന്ന് പറയുന്നത്, ഉണ്ടാവുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത് അത് നേരിട്ട് പ്രൊപ്പോർഷണൽ, നേരെ അനുപാതത്തിലാണ്. ആർക്ക്? സ്ക്വയർ ഓഫ് ദി കറണ്ട്, കറണ്ടിന്റെ സ്ക്വയറിന് നേരെ അനുപാതത്തിലാണ്. ഓക്കെ, ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ദി കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ആൻഡ് ദ ടൈം ഓഫ് ഫ്ലോ ഓഫ് കറണ്ട്, എത്ര സമയത്തോളം കറണ്ട് ഒഴുകുന്നത് എന്നുള്ളതിന് നേരെ അനുപാതത്തിലാണ്. അതായത് H is directly proportional to I square RT. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ ഒഴുകുന്ന താപോർജ്ജത്തിന്റെ അളവ് എന്ന് പറയുന്നത് കറണ്ടിന്റെ അളവിനെ സ്ക്വയർ ചെയ്താൽ കിട്ടും. സ്ക്വയറിന് നേരനുപാതത്തിലും അതേപോലെ തന്നെ റെസിസ്റ്റൻസിനും നേരനുപാതത്തിലും പ്രതിരോധത്തിനും നേരനുപാതത്തിലും എത്ര സമയത്തിലേക്കാണ് ഒഴുകുന്നത്, എത്ര ടൈമിലാണ് കറണ്ട് എത്ര സമയത്തിലേക്കാണ് ഒഴുകുന്നത്, ആ സമയത്തിനും നേരനുപാതത്തിലാണ്. അതാണ് ജൂൾസ് ലോ പറയുന്നത്. അതായത് H is equal to I square RT. ഓക്കെ, അത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ജൂൾസ് ലോ വരെ ഫസ്റ്റ് പാർട്ട്. ഓക്കെ,
ഒന്നുമില്ല. നമ്മള് ഫസ്റ്റ് കണ്ടത് ഒന്ന് സമ്മറി പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കണ്ടു അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി എന്ന് നമ്മൾ കണ്ടു. അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി അതിനെ വേറെ പല ഫോമിലേക്ക് മാറ്റുന്നത് നമ്മൾ കണ്ട്, ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്നത് കണ്ട്. അതിന്റെ എഫക്ട്സ് പലതാണെന്ന് പറഞ്ഞ് അതിലൊരു എഫക്റ്റ് ആണ് ഹീറ്റിംഗ് എഫക്റ്റ്. ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് നിക്രോമിന്റെ എക്സ്പെരിമെന്റിൽ കണ്ട്. ഇനി ഉണ്ടായ ഹീറ്റിംഗ് എഫക്റ്റിന് ശേഷം എത്ര അളവിൽ ഹീറ്റ് ഉണ്ടായതാണ് നമ്മൾ അടുത്ത പ്രശ്നം. അതും നമ്മൾ കണ്ടുപിടിച്ച് എങ്ങനെ ജനറൽ ആയിട്ട് എടുത്ത് എന്നിട്ട് എന്താക്കി പവർ നമ്മൾ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു. 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസും 1 ജൂൾ ഓഫ് എനർജി ഈക്വൽ ആവുന്ന കേസ്, വർക്ക് ഡണ്ണും ഈക്വൽ ആവുന്ന ചെയ്ത പ്രവൃത്തി ഈക്വൽ ആവുന്ന കേസ് നമ്മൾ കണ്ടു. ഇനി അതിനാ ക്യൂ ചാർജ് 1 കൂളോം ചാർജിന് പകരം ക്യൂ ചാർജ് വന്നപ്പോ ഉള്ള അവസ്ഥ നമ്മൾ കണ്ട്. അങ്ങനെ നമ്മള് H=I²RT എന്ന് പറയുന്ന അല്ലെ H=VIT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷനിലായിരുന്നു നമ്മൾ ആദ്യം എത്തിയത്. അവിടുന്ന് നമുക്ക് മനസ്സിലായി വിയും ഐയും ഒക്കെ എല്ലായിടത്തും ഒരുപോലെയാണ്. അപ്പം വിയും ഐയും അല്ലാണ്ട് വേറെ ഒരാളും കൂടി സ്വാധീനിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലായി. അയാൾ ആരാന്ന് നമ്മൾ നോക്കിയപ്പോ നമുക്ക് കണ്ടു റെസിസ്റ്റൻസ് ആണ് കക്ഷി നമ്മൾ കണ്ടു. അങ്ങനെ H=I²RT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ എത്തി. അതിന്റെ ബേസിൽ നമ്മള് ലാസ്റ്റ് ആയിട്ട് ജൂൾസ് ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോ ഉണ്ടാക്കിയില്ലേ. എന്താ ജൂൾസ് ലോ പറയുന്നത്? ജൂൾസ് ലോ പറയുന്നത് സിമ്പിൾ ആണ്. സെന്റൻസ് ആക്കി പറഞ്ഞു കൊടുത്താൽ മതി. H=I²RT എന്നുള്ളത് എന്താ? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റിന്റെ അളവ് എന്ന് പറയുന്നത്, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിന്റെ അളവ്, ഹീറ്റ് എനർജി is directly proportional to, നേരെ അനുപാതത്തിലാണ് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ ഉണ്ടാവുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ദി കറണ്ടിന്റെ സ്ക്വയറിനും അതിന്റെ റെസിസ്റ്റൻസിനും എത്ര സമയം അത് ഒഴുകി എന്നുള്ള ടൈം ഓഫ് ഫ്ലോയ്ക്കും നേരെ അനുപാതത്തിലാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി പ്രൊപ്പോർഷണൽ മാറ്റിയാൽ നമ്മൾ കോൺസ്റ്റന്റ് വെച്ച് ഇൻഡ്യൂ ചെയ്താൽ കോൺസ്റ്റന്റ് ഒന്നാമത് കിട്ടി. അതായത് ഒന്നുമില്ല, H എന്ന് പറയുന്നത് I²RT ആണ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജൂൾസ് ലോ വരെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക.